വിഷ്ണു, ബോബി ചെമ്മണ്ണൂർ കൊച്ചിയിലേക്ക് എത്താൻ പോകുന്നു. അതിനുശേഷം ബോബിക്ക് ഇവിടെ നേരിടേണ്ടി വരുന്ന ചോദ്യം ചെയ്യലടക്കമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ്? ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിൽ. വിഷ്ണു കേൾക്കാമോ? വിഷ്ണു കേൾക്കാമെങ്കിൽ ചോദ്യം ചെയ്യലടക്കം ഇനി പോലീസ് ഈ കേസിൽ ഉള്ള മുന്നോട്ടേക്ക് പോക്ക് എങ്ങനെയാണ്? ഹാഷ്മി, BNS 75 പ്രകാരമാണ് ബോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. അത് ജാമ്യമില്ലാ വകുപ്പാണ്. സ്റ്റേഷൻ ജാമ്യം കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഉറപ്പായും അറസ്റ്റ് ചെയ്ത് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് ഇവിടെ എത്തി വൈകിട്ടോടുകൂടിയായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്ന് നിർബന്ധവുമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തി 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ, സാങ്കേതികത്വമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു ദിവസം ഈ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂർ കഴിയേണ്ടി വരും. അതുമായി ആ ഘട്ടത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ അടക്കം നടത്തുക. ഈ രണ്ട് പോസ്റ്റുകൾ, ഫേസ്ബുക്ക് ഹണി റോസിന്റെ 2 ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഒപ്പം അവർ നൽകിയിട്ടുള്ള സ്ക്രീൻഷോട്ടുകളുണ്ട്. ഈ ഡിജിറ്റൽ തെളിവായിട്ടുള്ള വീഡിയോയുണ്ട്. ആ വീഡിയോയിലാണ് മോശമായി അവരെ ദ്വയാർത്ഥ പ്രയോഗത്തിൽ അവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ബോബി ചെമ്മണ്ണൂർ സംസാരിച്ചു എന്ന് ഈ രണ്ടാമത്തെ പരാതിയിൽ പറയുന്നത്. അതിന്റെ തെളിവായാണ് ആ വീഡിയോ നൽകിയിട്ടുള്ളത്. ആ വീഡിയോ കൂടി അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുക. നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിലേക്ക് അന്വേഷണ സംഘം പോകില്ല ഇപ്പോൾ എന്നാണ്. കാരണം ഹണി റോസിന്റെ മൊഴിയൊക്കെ എടുത്ത ശേഷം വളരെ പതിയെ ആകും കസ്റ്റഡിയിലേക്ക് പോകുക എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. വളരെ ക്വിക്കായി തന്നെ അന്വേഷണ സംഘം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. അതായത് വയനാട് എത്തി ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ ഇന്നലെ ഈ കേസ് എടുക്കുന്നത് 6 മണിയോടുകൂടിയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ 7 മണിയോടുകൂടി തന്നെ അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന് പിന്നാലെ ഇവിടെ നിന്നുള്ള ടീം വയനാട്ടിലേക്ക് പോയി ഇതാ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വളരെ ശക്തമായി പെട്ടെന്ന് തന്നെ ഇടപെട്ടിരിക്കുന്നു. ഒരുപക്ഷെ നേരത്തെ ഹണി റോസ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഉന്നത ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്രയും പെട്ടെന്ന് ഒരു കസ്റ്റഡിയിലേക്ക് കടന്നത്. ഈ ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേജ് പരിപാടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടന പരിപാടികളുമായി ബന്ധപ്പെട്ടോ ഇന്റർവ്യൂകളുമായി ബന്ധപ്പെട്ടോ ഇത്തരത്തിൽ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗത്തിൽ സ്ത്രീകളെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. ആ ദ്വയാർത്ഥ പ്രയോഗത്തിൽ പറയുകയും പിന്നീട് അദ്ദേഹം പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത് അതിൽ എന്ത് മോശം പരാമർശമാണ് എന്റെ ഭാഗത്തുണ്ടായിരുന്നൊരു ചോദ്യവും അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. അത്തരം നിയമത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം അത്തരം പരാമർശങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആനുകൂല്യം നൽകാൻ കേരള പോലീസ് ഉദ്ദേശിക്കുന്നില്ല. ബോബിയെ പൂട്ടാൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈ സ്റ്റേഷനിൽ ബോബി കഴിയും എന്ന് നമ്മൾ സാധ്യത വളരെ കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ അന്വേഷണം സൈബർ ടീമിന്റെ അടക്കം സഹായത്തോടു കൂടിയാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ DCPയുമായി സംസാരിച്ചപ്പോൾ മാഡം പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് വളരെ ശക്തമായി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഹണി റോസിന്റെ മൊഴി രേഖപ്പെടുത്തും, അതിനുശേഷം ബോബിയെ ചോദ്യം ചെയ്യാൻ വിളിക്കും എന്നുള്ള അതീവ രഹസ്യ സ്വഭാവം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുന്ന് ടീം പോയതൊക്കെ വളരെ രഹസ്യ സ്വഭാവത്തിൽ കൂടിയാണ്. അവിടെ എത്തി ഇപ്പോൾ അറസ്റ്റ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം ആ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇനി എപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും? വയനാട് നിന്ന് പുറപ്പെട്ടാൽ ഒരുപക്ഷെ വൈകിട്ടോടുകൂടി, രാത്രിയോടുകൂടിയായിരിക്കും ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കുക നാളെ ആയിരിക്കും എന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂർ രാത്രി ഇവിടെ കഴിയേണ്ടി വരും. ഒപ്പം DCPയും ACPയും അടങ്ങുന്ന സംഘമായിരിക്കും ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യുക. വിവരങ്ങളൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കും. ഈ ഹണി റോസിന്റെ പരാതിയിൽ ചില ഗുരുതര പരാമർശങ്ങളൊക്കെ ഉണ്ട്. നിരന്തരം വേട്ടയാടിയും തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മാനസികമായി പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അവഹേളിച്ചു, അത്തരം ഗുരുതര പരാമർശങ്ങളൊക്കെ. അപ്പൊ അതിനെല്ലാം ബോബി മറുപടി പറയേണ്ടി വരും. ബോബി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ വിശദീകരണമൊന്നും അതിന് ഉതങ്ങുന്നതാകില്ല. അല്ലെങ്കിൽ ആ വിശദീകരണം കൊണ്ട് പോലീസിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിൽ കൃത്യമായ മറുപടികൾ ബോബി നൽകേണ്ടി വരും. കുന്തി ദേവി എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ വേണേ എടുക്കാം. ഞാൻ ജെമിനിയാണത്രേ. ജെമിനിയാകുമ്പോൾ ഇന്ന് വേറൊരു മൂഡ്, നാളെ വേറൊരു മൂഡാണ് എന്നൊക്കെയാണ് ഈ വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ ഈ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ. അതൊക്കെ പോലീസിനോട് പറഞ്ഞാൽ പോലീസുകാർ ചിരിക്കും കേട്ടോ വിഷ്ണു.
ഹാഷ്മി, അതൊക്കെ അദ്ദേഹത്തിന് ഫാൻസിനെ തൃപ്തിപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ആ ഡയലോഗുകളോ അല്ലെങ്കിൽ ആ വിശദീകരണങ്ങളോ കൊണ്ടോ പോലീസിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ക്രൈം അവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുക, ഇത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുക. ഇതിനു മുൻപും സമാനമായ കേസുകൾ, ഇപ്പോൾ നമ്മൾ മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടുള്ള ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ മുകേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ വൈകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളുണ്ട്. മുകേഷിനെ ജാമ്യമായി കോടതിയിൽ പോകാനുള്ള സമയമൊക്കെ കൊടുത്തു എന്നൊക്കെ വലിയ വിമർശനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും പോലീസ് അതിൽ പറഞ്ഞൊരു ന്യായം, ഞങ്ങളുടെ പക്കൽ തെളിവുകളില്ല, കാരണം അത് കുറെ നാളുകൾ മുമ്പ് നടന്ന ഒരു കാര്യമാണ്, സാധൂകരിക്കുന്ന തെളിവുകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല, ഈ മൊഴി മാത്രമാണ്, അത് പരിശോധിച്ച ശേഷം മാത്രമേ ആ അറസ്റ്റിലേക്ക് അടക്കം പോകാൻ പറ്റുള്ളൂ, അങ്ങനെ സാങ്കേതികത്വം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പോലീസിന്റെ പക്കൽ കൃത്യമായ തെളിവുകളുണ്ട്. ഹണി റോസ് കൃത്യമായ തെളിവ് നൽകിയിട്ടുണ്ട്, ഡിജിറ്റൽ തെളിവുകളുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ അന്വേഷണ സംഘം ഇവിടെ നിന്ന് വയനാട് പോയി അദ്ദേഹത്തെ നിലവിൽ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് തിരികെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ആ വിശദീകരണങ്ങൾ ബോബി കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞ വിശദീകരണങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നടി ആദ്യത്തെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ട് അത് ബോബി ചെമ്മണ്ണൂരിനാണ് എന്ന് പേര് പറഞ്ഞില്ലെങ്കിലും അത് സോഷ്യൽ മീഡിയയിലടക്കം ആ ചർച്ച വന്നപ്പോൾ ബോബി വീണ്ടും അത്തരത്തിലുള്ള, അത് ഞാൻ അവരെ ഉദ്ദേശിച്ചല്ല, പിന്നെ അവരെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ നിയമത്തിനെ ഒന്നും ഒരു തരത്തിലും അദ്ദേഹം വകവെക്കുന്നില്ല എന്നും മുൻപും അദ്ദേഹം പല പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇനി അറസ്റ്റാണ് അടുത്ത നടപടി. 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് ഉണ്ടാകും. അദ്ദേഹം കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും: ഞാൻ എവിടേക്കും ഒളിച്ചോടി പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്, അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ടായി, പക്ഷേ അന്വേഷണത്തെ നേരിടാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ള വാദങ്ങളൊക്കെ ആയിരിക്കാം ബോബി കോടതിയിൽ ഉന്നയിക്കുക. ഒരു സ്വാഭാവികമായി ജാമ്യം ലഭിക്കുന്നതിന്റെ അത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമെന്ന് നമ്മൾ വിഷ്ണു, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജാമ്യം കിട്ടിയേക്കാം, അതൊക്കെ ശരിയാണ്. ഈ പറയുന്ന ഇതിനൊക്കെ 3 വർഷം, പരമാവധി 3 വർഷം തടവ് എന്നൊക്കെയുള്ളത് മതിയോ എന്നുള്ളത് നിയമനിർമ്മാണത്തിന്റെ വകുപ്പിൽ ആലോചിക്കണം, നമ്മുടെ ആരുടെ കയ്യിൽ നിൽക്കുന്നതുമല്ല. പക്ഷേ ഒരു നടി അവർക്ക് പൊതുവിടത്തിൽ നേരിടേണ്ടി വരുന്ന അങ്ങേയറ്റം ഗുരുതരമായ, അവർക്ക് മാനസികാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അതൊരു ഒന്നല്ല, പലയാവർത്തി ആവർത്തിക്കുന്നു. ഫേസ്ബുക്കിൽ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ കേസിലേക്ക് പോകണ്ട, ഇത് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന മനോവിചാരത്തിലോടായിരിക്കുമല്ലോ ഹണി റോസ് ഈ ബോബിയുടെ പേര് പറയാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ പേര് പറയാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ പോലും അതിൽ നിന്ന് പോലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ പിന്നെയും ഇതേപോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടാവണം കേസിലേക്ക് പോകുന്നത്. ആ കേസിൽ പോലീസ് ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുന്നു എന്നത് തന്നെയാണ് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ ഇക്കാര്യത്തിൽ പ്രധാനം എന്ന് തോന്നുന്നു. വിഷ്ണു, ഹാഷ്മി, ഇത് തീർച്ചയായും മുന്നറിയിപ്പാണ്. അതായത് ഈ സിനിമാ മേഖലയിൽ നിൽക്കുന്ന സ്ത്രീകൾ, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ത്രീകൾ, അവരുടെ ഈ പോസ്റ്റിനടിയിലും അവരുടെ ഫോട്ടോയ്ക്കടിയിലും ഒക്കെ വന്ന് എന്തും വിളിച്ചു പറഞ്ഞിട്ട് പോകാം എന്നൊരു ലൈസൻസ് മലയാളിക്ക് എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫേക്ക് ഐഡികളൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തിയാൽ ഒരു തരത്തിലും ഞങ്ങൾ പിടിക്കപ്പെടില്ല, ഇതൊരു ഗൗരവ സ്വഭാവമുള്ള സംഗതിയേ അല്ല, ഇത് വളരെ സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ് എന്ന് അവർ കരുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പിടികൂടിയ പ്രതി അയാളുമായി പോലീസ് സംസാരിക്കുമ്പോൾ അയാളുടെ മൊബൈൽ പോലീസ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഹണി റോസിന്റെ മാത്രമല്ല, ഇയാൾ ഇത്തരത്തിൽ നിരന്തരം ഈ സെലിബ്രിറ്റികളായ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകളുടെ പോസ്റ്റിനടിയിൽ ഇത്തരത്തിൽ മോശം കമന്റുകൾ ഇടുന്നത് ഒരു തൊഴിലാക്കിയ മനുഷ്യനാണ്. അപ്പൊ അങ്ങനെയുള്ള മനോസ്ഥിതിയുള്ള ആളുകളുണ്ട്, അവർ ഭയപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പാണ് ഈ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകളുടെ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇനി ഇത്തരത്തിലുള്ള കമന്റുകൾ ഈ സെലിബ്രിറ്റികളായാലും അതോടൊപ്പം തന്നെ സാധാരണക്കാരായാലും ഈ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ അങ്ങ് അധിക്ഷേപിച്ചു പോകുന്ന, ഒരു തരത്തിലുള്ള തെളിവുമില്ലാതെ വെറുതെ ഒരു ആരോപണമോ അശ്ലീല സന്ദേശമോ ഒക്കെ അയച്ചിട്ട് പോകുന്ന ആളുകൾ കരുതിയിരിക്കണം. നിങ്ങൾ ഏതെല്ലാം വ്യാജ ഐഡിയെന്നോ എവിടെ നിന്നൊക്കെ പോയും ഇത്തരത്തിലുള്ള മെസ്സേജുകളോ കമന്റുകളോ ഇട്ടാൽ കൃത്യമായി കേരള പോലീസ് പിടികൂടണം എന്ന് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കൃത്യമായി പിടികൂടും, നിങ്ങളുടെ അടുത്തേക്ക് എത്തും. അതിപ്പോൾ നിങ്ങൾ കമന്റ് ഡിലീറ്റ് ചെയ്ത് പോയിട്ടൊന്നും കാര്യമില്ല, അവർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ഉറപ്പായും ഉണ്ടാകും. അപ്പൊ അത്തരം കമന്റ് ഇടുന്ന ആളുകൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് പിറകെ കേരള പോലീസ് ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന സൈബർ വൈകൃത കൂട്ടം എന്ന് നമ്മൾ പറയുന്നവർ ഇത് ഇന്നും തുടങ്ങിയതല്ല. അത് അവർ ഒരുപക്ഷെ സിനിമാ നടിമാരെ കാണുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ വൈകൃതം ഉണരുകയും ആ വൈകൃത പോസ്റ്റ് ഇടുകയും ചെയ്യും. ഇനി അതല്ല, രാഷ്ട്രീയ പ്രതികരണമാണെങ്കിൽ മാന്യമായ രാഷ്ട്രീയ വിമർശനം നടത്താവുന്നവർ അല്ലാത്ത വൃത്തികേട് ചേർത്ത് വൃത്തികേട് പറയും. ഇതൊരു തരം വൈകൃത മനോഗതിയാണ് വിഷ്ണു. അതിപ്പോൾ ഹണി റോസിനെതിരെ ബോബി ചെമ്മണ്ണൂരും സംഘവും പറയുന്നത് ആണെങ്കിലും, അല്ല രാഷ്ട്രീയ പ്രതികരണത്തിൽ രാഷ്ട്രീയ വിമർശനം എന്ന് പറഞ്ഞ് വൃത്തികേട് പറയുന്നതാണെങ്കിലും, ആ സംഘത്തിനെതിരെ, ആ കിരാത സംഘത്തിനെതിരെയുള്ള ഒരു മുന്നറിയിപ്പ് എന്നുകൂടി ഇതിനെ കണക്കാക്കാം ഈ പ്രത്യേക കാലത്ത്, വല്ലാത്തൊരു കാലത്ത്. വിഷ്ണു,
അഷ്മി, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഇനി ഇത്തരത്തിൽ കമന്റുകൾ ഇടുന്ന, ഇനി ഇത്തരത്തിൽ ഈ അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് ഉറപ്പായും ഒരു പാഠമാണ്. അവർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ഏത് ഉന്നതനായാലും, എത്ര സ്വാധീനമുള്ള ആളുകളാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് കേരള പോലീസ് എത്തും. നിങ്ങൾക്ക് ഇതൊരു മുഖമില്ലാത്ത ഐഡിയിൽ നിന്ന് നിങ്ങളിങ്ങനെ സ്ത്രീകൾക്കെതിരെ അശ്ലീല സന്ദേശങ്ങൾ അയച്ച് അവർക്കെതിരെ മോശം കമന്റുകൾ ഇട്ടാൽ അത് നിങ്ങൾ സേഫാണ്, നിങ്ങൾ ഒരു കാലത്ത് പിടികൂടപ്പെടില്ല എന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് അടുത്തേക്ക് കേരള പോലീസ് എത്തും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിടികൂടിയ ഷാജിയെ പിടികൂടുമ്പോൾ ഷാജിയുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ട്, മകന് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊന്നും ഇത് അറിയില്ല. അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഷാജിയുടെ അടുത്ത ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊന്നും ഇങ്ങനെ ഒരു പശ്ചാത്തലം ഷാജിയെ കുറിച്ച് അറിയില്ല. ഈ ഫേസ്ബുക്കിലാണ് ഇവരെല്ലാം ഇവരുടെ ഫ്രസ്ട്രേഷൻസും ഇവരുടെ ഈ പറയുന്ന സ്ത്രീവിരുദ്ധതയും ഒക്കെ അങ്ങ് അടിച്ച് ഏൽപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് അറുതി വരുത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായ സത്യമാണ്. പക്ഷേ അതിനൊരു തുടക്കം ഇതിലൂടെ ഉണ്ടാകേണ്ടത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നേരത്തെ തന്നെ ഇപ്പോ കെ രമയൊക്കെ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് അവർ കഴിഞ്ഞ ദിവസം നമുക്ക് തന്നെ പ്രതികരണം തന്നിരുന്നു. ഫേസ്ബുക്കിലൂടെ അക്ഷരങ്ങൾ കൊണ്ട് നടക്കുന്ന ബലാത്സംഗം എന്ന് സൈബർ അതിക്രമങ്ങളെ വിശേഷിപ്പിക്കാമെന്നാണ് കെ രമ പറഞ്ഞത്. അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് സൈബർ ഇടത്തിൽ ആക്ച്വലി നടക്കുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായ ബലാത്സംഗ സ്വഭാവമുള്ള, അല്ലെങ്കിൽ അങ്ങനെ വെർബലി അറ്റാക്ക് ചെയ്തതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീയെ മാനസികമായി തളർത്തി അവരെ ട്രോമയിലാക്കുന്ന തരത്തിലുള്ള കമന്റുകളൊക്കെ നിരന്തരം ഇടുന്ന ആളുകളുണ്ട്. ഇവർ എന്തുകൊണ്ടാണ് ഇത് നിരന്തരം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇവരിലേക്ക് പോലീസോ എത്തുന്നില്ല. ഈ കമന്റ് അല്ലെങ്കിൽ ഇത്തരം ഈ അധിക്ഷേപം നേരിടുന്ന സ്ത്രീകൾ ഇവർക്ക് പോലീസിനെ സമീപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പുറകെ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആലോചിച്ച് അവരങ്ങനെ പോകാറുമില്ല. പക്ഷേ ഹണി റോസ് അതിന് തയ്യാറായില്ല. ഹണി റോസ് ഇതാ പറയുകയാണ്, അവരൊരു നിലപാട് പ്രഖ്യാപിച്ചു. അവരുടെ രണ്ടാമത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ബോബി ചെമ്മണ്ണൂരിന്റെ പേര് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നത്. ആ ബോബി ചെമ്മണ്ണൂരാണ് തന്നെ അധിക്ഷേപിച്ചതെന്ന് പറയുന്നത്. ആ ബോബി ചെമ്മണ്ണൂരിനെതിരെ അവർ പരാതി നൽകിയെന്ന് പറയുന്നു. ആ പരാതിക്കാരി ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് അവർക്കൊപ്പം ചേർന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡിയിലേക്ക് പോലീസ് കടക്കുന്നത്. തെളിവുകൾ സഹിതമുള്ള കസ്റ്റഡിയാണ്. ഇതൊരു തുടക്കമാകട്ടെ. അതായത് സൈബർ ലിഞ്ചിങ് നടത്തുന്ന ആളുകൾക്ക് ഒരു മറുപടി, അവർക്കൊരു പാഠമായി ഈ കസ്റ്റഡി മാറട്ടെ. ഇപ്പൊ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായും ജാമ്യമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബോബിക്കെതിരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ അതിനപ്പുറത്തേക്കെല്ലാം ഇതൊരു മോശം സംസ്കാരത്തിന് എതിരെയുള്ളൊരു പോരാട്ടം എന്ന് നമുക്ക് ഹണി റോസിന്റെ ഈ പോരാട്ടത്തെ വിശേഷിപ്പിക്കാം. അത് ഇനി മറ്റ് സ്ത്രീകൾ, ഇപ്പോ സൈബർ ലിഞ്ചിങ് ഒക്കെ നേരിടുന്ന ഒരുപാട് സാധാരണക്കാരായ സ്ത്രീകളുണ്ട്. പഞ്ചായത്ത് തലത്തിൽ മുതലുള്ള രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, സ്ത്രീകളായ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. അവർക്കൊക്കെ കരുത്താകുന്ന അത്തരത്തിൽ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപങ്ങൾ നേരിട്ടാൽ നിങ്ങൾ അവിടെ അടങ്ങി ഒതുങ്ങി അല്ലെങ്കിൽ വായ്മൂടി മിണ്ടാതിരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പ്രതികരിക്കണം എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഹണി റോസിന്റെ ഈ ഇടപെടൽ, അല്ലെങ്കിൽ അവരുടെ ഈ പരാതി അടക്കമുള്ള മുന്നോട്ട് പോക്കുള്ള പോരാട്ടം അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അത് എല്ലാവർക്കും ഒരു പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേസിന്റെ മെറിറ്റിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ BNS 75 പ്രകാരമാണ് ബോബിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 വർഷത്തിൽ താഴെ മാത്രം കുറ്റമാണ്. പക്ഷേ അതിന് സ്റ്റേഷൻ ജാമ്യം പോരാ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ പറ്റില്ല. അത് കോടതിയിലെത്തി കോടതി തന്നെയാണ് ജാമ്യം നൽകേണ്ടത്. അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ ദിവസം ഈ സമാനമായ കേസിൽ, അതായത് ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ മോശം കമന്റ് ഇട്ട ഷാജി എന്ന കുണ്ടന്നൂർ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാൾക്ക് ഇടക്കാല ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. അപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ജാമ്യത്തിനും ഈ കസ്റ്റഡിക്കും എല്ലാം അപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ആളുകൾക്കുള്ളൊരു മറുപടി അല്ലെങ്കിൽ അവർക്കൊന്ന് ഭയപ്പെടേണ്ട തരത്തിൽ ഈ അറസ്റ്റ് മാറണം എന്നാണ് പൊതുസമൂഹം അടക്കം ആഗ്രഹിക്കുന്നത്. ഹാഷ്മി, വിഷ്ണു സുരേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു.